ഹായ് ഗേൾസ്. അപ്പോൾ ഇന്നത്തെ രാവിലെ നല്ലൊരു ശാന്തസുന്ദരമായ രാവിലെയായിരുന്നു. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി, വാവ ഉറങ്ങുന്നത്രേ. അപ്പോൾ ഞാൻ വെറുതെ പുറത്തെല്ലാം ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നോക്കി കുറച്ച് സമയം അങ്ങനെ നിന്നു. അപ്പോൾ അത് പൂവെല്ലാം ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട്. അതാ വെള്ളപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പൂവെല്ലാം നോക്കി അങ്ങനെ ഇരുന്നു. ഒരു മേലെ പോയിട്ട് തുണിയൊക്കെ ഇടാൻ വേണ്ടി മേലെ പോയ സമയത്ത് മേലിൽ നിന്ന് താഴേക്ക് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ടത്. അതിന് നമ്മുടെ മുകളിൽ നോക്കി ഇങ്ങനെ നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പാണ്. ഈ ഒരു സ്ഥലം മാത്രമേ ഈ നാട്ടിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമായിട്ട് കാണാനുള്ളൂ. വീടും മറ്റേ ബിൽഡിങ്സ് ഒന്നും ഇല്ലാണ്ട് ബാക്കിയൊക്കെ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് കാണുന്ന ഡ്രസ്സാണ്. അതിനുശേഷം ഞാൻ ചായ കുടിച്ചു. അതിനുശേഷം പണിയൊക്കെ തീർന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ കുറേ പരിപാടിയിലുള്ള ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങളെല്ലാം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഓരോന്നും ഓരോ ബോക്സിലാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ബോക്സിൻ്റെ അകത്തെല്ലാം അലങ്കോലമായി കിടക്കുന്നത്. അപ്പോൾ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഒരു തട്ടിലാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഒരു ദിവസം പുറത്തെടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം സാധനമൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ല, അങ്ങനെയല്ല. അതായത് ക്രാഫ്റ്റിനായിട്ട് വാങ്ങിച്ചൊന്നുമല്ല. നമുക്ക് മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പ് പൊട്ടി പാളീസായ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ കടയിൽ സാധനങ്ങളൊക്കെ വേറെ കൊടുത്തു. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ല. ക്രാഫ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് കൊടുത്തില്ല. അങ്ങനെയാണ് ഇത്രയും കുപ്പികളും ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ ബാക്കി കുറേ ആക്രി സാധനങ്ങളാണ്, ഒന്നും കളയൂല. എന്തെങ്കിലും ക്രാഫ്റ്റ് ഏതെങ്കിലും കാലത്ത് ഉണ്ടാക്കുന്ന വെച്ചെടുത്ത് വെച്ചിട്ട് അങ്ങനെ കൂടിക്കിടക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതൊന്നും കളയൊന്നുമില്ല. ഇത് പിന്നെയും എല്ലാം ഒതുക്കി വെക്കും, എപ്പം അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇങ്ങനെ ആക്രിയും അതുപോലെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫ് ഇതാണ്. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ തട്ടിൽ ഇതിനേക്കാൾ അലങ്കോലമായിട്ട് തുണിയും അതുപോലെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച തുണികളും കാര്യങ്ങളും അതുപോലെ നമ്മൾ റീയൂസ് ചെയ്യാൻ വെച്ചിട്ടില്ല, കളയാണ്ട് വെച്ച തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അടുത്ത ഒരു ദിവസം അതും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇത് നല്ല ഒതുങ്ങി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ട് ഓരോ ബോക്സിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല, എന്നാലും ഉണ്ടാവും. കുറച്ച് നാളത്തേക്ക് ഇത് ഇതുപോലെ ഭംഗിയായിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം തപ്പുമ്പോൾ ഇത് മൊത്തം ഫുള്ള് അലങ്കോലാവും. ഞാൻ എടുക്കും, വാവി എടുക്കും, അങ്ങനെ എല്ലാം അലങ്കോലം. ഇപ്പോൾ ഒരു സ്കെച്ച് എടുക്കണമെങ്കിൽ ഇത് മൊത്തം തപ്പിയിട്ട് വേണം അതെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം ഇത്ര വൃത്തി ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ബൈ.